ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പത്രോസിന്റെ സിംഹാസനത്തിന്റെ ഇപ്പോഴത്തെ അധികാരിയും ആഗോള കത്തോലിക്ക സഭയുടെ അധിപനുമായ പരിശുദ്ധ പിതാവ് ജോർജ് മറിയോ ബെർഗോളിയോ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോൾ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനകൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ ആണ് എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ 2023 ജൂൺ മാസം സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് റോമിൽ വെച്ച് നടത്തപ്പെട്ട യൂത്ത് കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ഒരു ജന്മാഭിലാഷം എന്ന വിധത്തിൽ അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കാനും ലഭിച്ച അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അന്ന് കോപ്റ്റിക് ഓർത്തഡോക്സ് ഈജിപ്ത്, റൊമാനിയൻ ചർച്ച്, യുക്രൈനിയൻ ചർച്ച്, അർമേനിയൻ സഭ, സിറോ മലങ്കര സഭ, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത വ്യക്തിസഭകളിൽ നിന്നും ലാറ്റിൻ സഭയിൽ നിന്നും യുവജന പ്രതിനിധികൾ പാത്രിയാർക്കീസുമാരുടെ അനുഗ്രഹ ആശീർവാദത്തോടെ അന്നത്തെ യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. നിമിത്തമെന്നോണം, പ്രാർത്ഥനയെന്നോണം സീറോ മലബാർ സഭയെ പ്രതിനിധീകരിക്കാൻ എനിക്കും അവസരം ലഭിച്ചു. അന്നത്തെ ആ യൂത്ത് കോൺഫറൻസിന് ശേഷം പരിശുദ്ധ പിതാവിനെ വ്യക്തിപരമായി കാണുവാനുള്ള അവസരവും ആ ഒരു കോൺഫറൻസിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര തൃപ്തികരമായിരുന്നില്ല. ഞങ്ങൾക്ക് മുൻപും അദ്ദേഹത്തിനൊരു മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പുമാരുമായിട്ടും മറ്റ് ബിഷപ്സുമായിട്ടുമുള്ള മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്ര കണ്ട് തൃപ്തികരമല്ലാത്തതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. എങ്കിൽ കൂടിയും ഞങ്ങളും അന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചു ഞങ്ങളുടെ മീറ്റിങ്ങിലും അദ്ദേഹം വരികയില്ല എന്ന്. പക്ഷേ ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും യൂത്ത് അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ പോലും അദ്ദേഹം ശ്രദ്ധിക്കാതെ, ഗൗനിക്കാതെ ഒരു ഊന്നുവടിയും കയ്യിലേന്തി പയ്യെ ഞങ്ങളെ കാണുവാൻ വേണ്ടി അന്ന് ആ കോൺഫറൻസിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലെ ഹാളിൽ അദ്ദേഹം എത്തിയത് ഇപ്പോഴും ഒരു സിനിമയിലെ ഒരു സീരിയൽ എന്ന പോലെ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം വരുമ്പോൾ, ആ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതുമെല്ലാം ഒരു സുഖമുള്ള ഓർമ്മയായി ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എല്ലാവിധ ആയുരാരോഗ്യങ്ങളും അദ്ദേഹത്തിന് നേർന്നുകൊള്ളുന്നു. സീറോ മലബാർ സഭയെ പ്രതിനിധീകരിക്കാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇത്ര പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന ആ വിശേഷണത്തിന് അർഹനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരനായ പരിശുദ്ധ പിതാവിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് ഇങ്ങനെയൊരു പിതാവിനെ ഞങ്ങൾക്ക് തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.